വെള്ളയാങ്കുടി ടൗണിനെ ഇളക്കിമറിച്ച സെന്റ് ജെറോംസ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന. 300ഓളം വരുന്ന കുട്ടികൾ ക്രിസ്തുമസ് ആഘോഷവേഷധാരികളായി ടൗണിൽ സിറ്റി കരോൾ നടത്തി. കൊച്ചുകുട്ടികളുടെ ക്രിസ്തുമസ് ആഘോഷം കണ്ടാസ്വദിക്കാൻ നിരവധി ആളുകളാണ് തടിച്ചുകൂടിയത്. പതിവിലും വ്യത്യസ്തമായ സ്കൂൾ അങ്കണത്തിലെ ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ നിന്നും ടൗണിലേക്ക് ഇറങ്ങിയാണ് വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് LP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ക്രിസ്തുമസ് ആഘോഷം നടന്നത്. 300ഓളം വിദ്യാർത്ഥികൾ ക്രിസ്തുമസ് ആഘോഷവേഷധാരികളായി ടൗണിൽ അണിനിരന്നു. പിന്നീട് കരോൾ ഗാനവും ആഘോഷങ്ങളും ആരംഭിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ സൈജു മോൻ ജോസഫിന്റെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ നടത്തിയത്. മനസ്സിലെ സന്തോഷമൊന്ന് എടുത്തു മാറ്റിയേക്കാവുന്ന ദൈവം തീരുമാനിച്ചു. എന്നിട്ട് ദേവതമാരെല്ലാരും കൂടി ഒരുമിച്ച് കൂടി അപ്പോ ഈ സന്തോഷം എടുത്ത് എവിടെ സൂക്ഷിച്ചു വെക്കും എന്നുള്ളതാണ് ദേവതമാരുടെ ഒരു കൺഫ്യൂഷൻ. അതിലൊരു ദൈവത്തോട് പറഞ്ഞു, നമുക്ക് ഈ മനുഷ്യന്റെ ഹൃദയത്തിലെ സ്നേഹമെടുത്ത് കടലിന്റെ ആഴങ്ങളിൽ ഒളിച്ചു വെക്കാം. അപ്പോ ബ്രഹ്മാവ് അവരോട് പറഞ്ഞു, മനുഷ്യനെ എനിക്കറിയാം, നമ്മൾ എവിടെ ഒളിച്ചു വെച്ചാലും അത് തപ്പി കണ്ടുപിടിക്കാനുള്ള കഴിവുള്ളവനാണ് മനുഷ്യൻ. അതുകൊണ്ട് കടലിന്റെ ആഴങ്ങളിൽ ഒളിച്ചു വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഉടനെ മറ്റൊരു ദേവത പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സ്നേഹമെടുത്ത് ഭൂമിയുടെ അഗാധങ്ങളിൽ ആഴങ്ങളിൽ കുഴിച്ചിടാം. അപ്പൊ ബ്രഹ്മാവ് അവരോട് പറഞ്ഞു, അതുകൊണ്ട് ഒരു കാര്യമില്ല, എത്ര ആഴത്തിൽ കുഴിച്ചിട്ടാലും അത് തേടി കണ്ടുപിടിക്കാനുള്ള കരുത്ത് മനുഷ്യനുണ്ട്. ബ്രഹ്മാവ് പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ ആ സ്നേഹമെടുത്ത് മനുഷ്യന്റെ ഹൃദയത്തിൽ നമുക്ക് ഒളിച്ചു വയ്ക്കാം. അവനവന്റെ ഹൃദയത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന, സ്വന്തം ഉള്ളിലേക്ക് കിഴിഞ്ഞു ചിന്തിക്കാനുള്ള ശേഷി മനുഷ്യന് കുറവാണ്. സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കാം. ഇതാ ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ യേശുക്രിസ്തു ജനിച്ചിരിക്കുന്നു. ഇന്ന് ലോകത്തിലെ അശാന്തിയുടെയും അസമാധാനത്തിന്റെയും യുദ്ധത്തിന്റെയും ഒക്കെ കെടുതികൾ അനുഭവിക്കുന്ന ജനത്തിന്റെ മുമ്പിലേക്ക് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ശാന്തിയുടെയൊക്കെ സന്ദേശവുമായിട്ട് പിറന്നു വീണ ക്രിസ്തുവിന്റെ ജന്മദിനത്തെ അനുസ്മരിച്ചുകൊണ്ട് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഇന്ന് ഭാരതത്തില് അല്ലെങ്കിൽ ലോകത്തിൽ നിലനിൽക്കുന്ന അക്രമത്തിന്റെയും അനീതിയുടെയും സ്നേഹരാഹിത്യത്തിന്റെയും ഒക്കെ കാലത്ത് തന്നെ പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, നമുക്കുള്ളതെല്ലാം പരസ്പരം പങ്കുവയ്ക്കാൻ ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾക്ക് അപ്പുറത്ത് ശ്രീനാരായണ ഗുരുദേവനൊക്കെ ഓർമ്മിപ്പിച്ചതുപോലെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്നുള്ള അകമഴിഞ്ഞ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഔസേ പിതാവ്, മാതാവ്, ക്രിസ്മസ് പാപ്പാമാർ, മാലാഖമാർ എല്ലാം കരോളിൽ അണിനിരന്നു. നിരവധി ക്രിസ്തുമസ് ഗാനങ്ങളാണ് കുട്ടികൾ ആലപിച്ചത്. ഓട്ടോറിക്ഷ ഡ്രൈവർമാരും വ്യാപാരി സംഘടനാ പ്രതിനിധികളും പ്രദേശവാസികളും ലോഡിംഗ് തൊഴിലാളികളും ചേർന്നപ്പോൾ കുട്ടികളുടെ ആഘോഷം നാടിന്റെ തന്നെ ആഘോഷമായി മാറി. വിദ്യാർത്ഥി പ്രതിനിധികളായ ഫെൻസ അലക്സ്, കാതറിൻ ഹോസ്പോൾ, PTA പ്രസിഡന്റ് നൈസ് സെബാസ്റ്റ്യൻ, MPTA പ്രസിഡന്റ് ആശാ ജോമോൻ എന്നിവർ നേതൃത്വം നൽകി. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.